ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് എന്താണ് പവർ ബി ഐ, ആർക്കൊക്കെയാണ് പവർ ബി ഐ യൂസ് ചെയ്യുന്നത്, അതേപോലെ പവർ ബി ഐ എങ്ങനെയാണ് നമ്മുടെ പി സിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫയൽ, അതായത് ഡാറ്റ ഉള്ള ഫയൽ എങ്ങനെ നമ്മുടെ പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്നാണ്. സോ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മേജർലി 5 കോമൺ ഫയൽ ടൈപ്സ് ആണ് നമ്മുടെ പവർ ബി ഐ ഡെസ്ക്ടോപ്പിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന്. അതിൽ ആദ്യത്താണ് എക്സൽ. പിന്നെ നമ്മൾ CSV ഫയൽ നോക്കും. CSV ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ സെപ്പറേറ്റഡ് ഫയൽസ്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ഫയൽസ്, അതായത് നോട്ട് പാഡ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽ. പിന്നെ സീക്വൽ ഡാറ്റാബേസ്, അതായത് ഡാറ്റാബേസ് എന്ന് നമ്മൾ എങ്ങനെ സീക്വൽ ക്വയറി ഉപയോഗിച്ചിട്ട് നമ്മുടെ പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെ നമുക്ക് ഡാറ്റ പുൾ ചെയ്യണം. ഇപ്പോൾ ചില സിനാരിയോയിൽ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡാറ്റ പുൾ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അതെങ്ങനെ നമ്മുടെ പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു എക്സൽ വർക്ക് ബുക്കിൽ നിന്ന് എങ്ങനെ പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക് നമ്മുടെ ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ ഈ ഒരു ഫ്രണ്ട് പേജിൽ നിന്ന്, അതായത് ഈ ഒരു സ്റ്റാർട്ടിംഗ് പേജിൽ നിന്ന് തന്നെ നിങ്ങളുടെ പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കൂടുതലും ബ്ലാങ്ക് റിപ്പോർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, കുറച്ച് ഗെറ്റ് യൂസ് ടു ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റിയൽ വേൾഡ് പ്രൊജക്റ്റ് വരുമ്പോൾ അധികവും ഒരു സോഴ്സ് ആയിരിക്കില്ല, ചിലപ്പോൾ മൾട്ടിപ്പിൾ സോഴ്സിൽ നമുക്ക് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരും. സോ റാദർ സ്റ്റാർട്ടിംഗ് പേജിൽ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നിങ്ങൾ ബെറ്റർ ഈ ഒരു ഫീച്ചർ ഗെറ്റ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. സോ നമുക്ക് എങ്ങനെ ഡാറ്റ ആദ്യം എക്സലിൽ നിന്ന് പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. സോ ആദ്യം നിങ്ങൾ പോകേണ്ടത് ഗെറ്റ് ഡാറ്റ എന്നുള്ള ഈ ഒരു ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് എക്സൽ വർക്ക് ബുക്കിൽ നിന്ന് ഡയറക്റ്റ്ലി ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇവിടുന്ന് ഡയറക്റ്റ്ലി ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കോമൺ ആയിട്ടുള്ള ഡാറ്റ സോഴ്സിനെ അവർ ഓൾറെഡി ലൈക്ക് സീക്വൽ സെർവറിനെ കാണാം, ഡാറ്റാവേഴ്സ് കാണാം, വൺ ലേക്ക്, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സോഴ്സസ് ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഡെഡിക്കേറ്റഡ് ഒരു ബട്ടൺ പവർ ബി ഐ ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം ഗെറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റ് ഓഫ് എന്താ പറയുക ഡാറ്റ കണക്റ്റേഴ്സ് കാണാം. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പവർ ബി ഐ സെമാൻറ്റിക് മോഡൽസ് കണക്ട് ചെയ്യാം, വർക്ക് ബുക്ക് കണക്ട് ചെയ്യാം. ഇവിടെ കുറേ ലിസ്റ്റ് ഉണ്ട് അല്ലേ. ഇനി നിങ്ങളുടെ ഫയൽ, അതായത് നിങ്ങളുടെ ഏത് ഫയൽ ടൈപ്പാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സോഴ്സ് ഈ ഒരു ലിസ്റ്റിൽ കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഒരു മോറിൽ ക്ലിക്ക് ചെയ്യാം. മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംമാതിരി കണക്റ്റേഴ്സ് അവൈലബിൾ ആണ്. സോ ഇതെല്ലാം നമുക്ക് പവർ ബി ഐ, അതായത് മൈക്രോസോഫ്റ്റ് പവർ ബി ഐയിൽ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്ത കണക്റ്റേഴ്സാണ്. സോ ഇവിടെ ഡാറ്റാബേസിനുണ്ട്, ഫാബ്രിക് ഡാറ്റ പുൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. സോ നമുക്ക് ബാക്കിലോട്ടേക്ക് പോയിട്ട് വീണ്ടും ഗെറ്റ് ഡാറ്റ ഉപയോഗിച്ച് എക്സൽ വർക്ക് ബുക്കിൽ ക്ലിക്ക് ചെയ്യാം. വൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ സോഴ്സ് എവിടെയാണോ അവിടെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സൽ വർക്ക് ബുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി കുറച്ച് ഫയൽസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് സെയിം ഡാറ്റ സെറ്റാണ്, പക്ഷേ ഞാനിത് ഡിഫറെൻറ്റ് ഫയൽ ടൈപ്പിൽ സേവ് ചെയ്ത് വെച്ചെടുക്കുകയാണ്. ബൈ ദ വേ ഇതൊരു ഡമ്മി ഡാറ്റയാണ്, ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഡാറ്റ, ഇങ്ങനെ ഒരു ഡാറ്റ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ ഫയൽസിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഇതിനെ യൂസ് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. സോ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 3 ഫയൽ കാണാം. ഇതൊരു സ്റ്റാർ സ്കീമ, അതായത് ഫാക്റ്റും ഡയമെൻഷനും അതിൻ്റെ ഒരു ഫോർമാറ്റിൽ സേവ് ചെയ്ത ഒരു ഫയലാണ്. ഇത് നമുക്കിപ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഡാറ്റ മോഡലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ ഞാൻ ഉണ്ടാക്കി വെച്ച ഒരു ഫയലാണ്. സോ ഇവിടെ നമുക്ക് എക്സലിൻ്റെ ഡിവൈസ് വേൾഡ് സെയിൽസ് എന്ന് പറഞ്ഞൊരു ടെക് ഷോപ്പിൻ്റെ ഡാറ്റ സെറ്റാണ്. സോ ഇവിടെ 2 എക്സൽ ഫയലുണ്ട്. ഇതിലത്തെ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഈ ലേറ്റസ്റ്റ് തൽക്കാലം സെലക്ട് ചെയ്യാം. ഓക്കെ,
ഓക്കെ, വൺസ് നമ്മൾ ആ ലൊക്കേഷൻ കൊടുത്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിൻഡോ ആണ് കാണാൻ പോകുന്നത്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ഫയൽ ഫാക്ട് സെയിൽസ് എന്നുള്ള ഫയല് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇത് ആക്ച്വലി കറൻ്റ്ലി ഇമ്പോർട്ട് ആയിട്ടില്ല. ഇത് ഇമ്പോർട്ട് ചെയ്യാനുള്ളൊരു പ്രോസസ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ കാണിക്കുന്ന ഒരു വിൻഡോ ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ ഡാറ്റയുടെ പ്രീവ്യൂ കാണാൻ പറ്റും. സോ ഈ ഒരു ഡാറ്റയാണ് നമ്മൾ നമ്മുടെ പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. നിങ്ങളിതിനെ സെലക്ട് ചെയ്യുക, ഇവിടെ ചെക്ക് ചെയ്യുക ആൻഡ് ലോഡ് കൊടുക്കുക. സോ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ട്രാൻസ്ഫോം ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ട്രാൻസ്ഫോം ഡാറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പവർ ക്വയറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഉണ്ട് നമ്മുടെ പവർ ബി ഐ ഡെസ്ക്ടോപ്പിൻ്റെ ഉള്ളിൽ. നിങ്ങൾ ഓൾറെഡി എക്സലൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇത് എന്താണെന്ന് അറിയാം. സോ അവിടെ നമുക്ക് ഡാറ്റേനെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഡാറ്റേനെ ക്ലീൻ അപ്പ് ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് കറൻ്റ്ലി നമ്മളത് ഉപയോഗിക്കുന്നില്ല. അത് നമുക്ക് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ കറൻ്റ്ലി ഈ ഡാറ്റേനെ നമ്മൾ ലോഡ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പവർ ബി ഐയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നതാണ്. സോ വൺസ് ഇമ്പോർട്ട് ആവുന്നവരെ നമുക്ക് ഇങ്ങനെ ഒരു ലോഡിങ്ങിൻ്റെ ഒരു വിൻഡോ കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡാറ്റ ഇമ്പോർട്ട് ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഡാറ്റ പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക് ഇമ്പോർട്ട് ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, നിങ്ങളുടെ ടേബിളിൻ്റെ പേര് ഓൾറെഡി ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങളിതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോളം അതിൻ്റെ ലിസ്റ്റ് കാണാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ എന്താ പറയുക, ഇതിൻ്റെ ഒരു സ്പ്രെഡ്ഷീറ്റ് വ്യൂ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ പോയി കഴിഞ്ഞാൽ ടേബിൾ വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ നിങ്ങളുടെ ടേബിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിളിൻ്റെ ഒരു ടാബുലർ വ്യൂ ഇവിടെ കാണാൻ സാധിക്കും. സോ അങ്ങനെയാണ് നമ്മൾ എക്സൽ ഫയലിനെ നമ്മുടെ പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു CSV ഫയൽ നമ്മുടെ പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്നാണ്. CSV ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ സെപ്പറേറ്റഡ് വാല്യൂ ഫയൽ എന്നാണ്. ഈ കോമ സെപ്പറേറ്റഡ് ഫയൽ എന്ന് നമ്മൾ പറയും. സോ ഈ CSV ഫയലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു നമ്മുടെ സ്റ്റോറേജ് അതിൻ്റെ ഒരു സ്പേസ് ലാഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫയലാണ്. കാരണം ഇതിൻ്റെ ഫയൽ സൈസ് കമ്പാരിറ്റീവ്ലി അതർ സോഴ്സിനെക്കാട്ടിലും കുറവായിരിക്കും. സോ അത് കാരണം ഇത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫയലാണ് നമ്മുടെ ഈ ഒരു ഡാറ്റ ഇൻഡസ്ട്രിയിൽ. സോ ഇതിൻ്റെ ഒരു പ്രീവ്യൂ കാണിച്ചു തരാം ഞാൻ. ഇതെങ്ങനെയാണ് നമ്മുടെ എക്സലിൽ കാണുന്നതും അതേപോലെ എങ്ങനെയാണ് ഇതൊരു ടെക്സ്റ്റ് ഫയലിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സോ ഓക്കെ, സോ ഇതാണ് CSV ഫയൽ. ഇത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യാം. സോ നമുക്കിത് എക്സലിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ടിപ്പിക്കൽ എക്സൽ ഫയലിനെ പോലെ നമുക്ക് തോന്നുന്നതല്ലേ? പക്ഷേ അല്ല, ഇതിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. അതായത് നിങ്ങൾക്ക് ഇതിൽ ഒരു ഷീറ്റ് മാത്രമേ സേവ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഷീറ്റ് സേവ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇത് അത്രയും ഡാറ്റ ഇതിൽ സേവ് ആവില്ല. സോ ഇത് ക്ലോസ് ചെയ്യാം. ഇനി ഇതേ സെയിം സാധനം നമ്മളൊരു ടെക്സ്റ്റ് ഫയലിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നോട്ട് പാഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചു തരാം. നോട്ട് പാഡില്ലേ? ഓക്കെ, കണ്ടോ? സോ ഇത് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് എക്സലിൽ കണ്ട സെയിം ഡാറ്റയാണ്. ഇതിൽ എന്താണ് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ കോളം ഹെഡിങ് കണ്ടോ? ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു കോമയാണ്. സോ അതാണ് ഒരു മെയിൻ റീസൺ ഇതിനെ കോമ സെപ്പറേറ്റഡ് വാല്യൂ എന്ന് പറയാനുള്ള കാരണം. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ഇത് കോളം ഹെഡർ ആയിരിക്കും. പിന്നെയാണ് നമ്മുടെ ഡാറ്റ സ്റ്റാർട്ട് ആവുന്നത്. ആൻഡ് ഈ ഒരു ഓർഡർ എവിടെ തെറ്റുന്നോ അവിടെ നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവും. അതായത് കോളത്തിൻ്റെ പേരും ഡാറ്റയും തമ്മിൽ മാച്ച് ആവില്ല. സോ ഈ ഒരു ഓർഡർ ഇതിൽ കീപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതാണ് കോമ സെപ്പറേറ്റഡ് വാല്യൂ ഫയൽ. ഈ നമുക്ക് ഇതിനെ എങ്ങനെ നമ്മുടെ പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. സോ ഞാൻ ഇത് ക്ലോസ് ചെയ്യാണ്. നമുക്ക് പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക് പോകാം. എന്നിട്ട് ഗെറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റ് അല്ലെങ്കിൽ CSV ഫയൽ എങ്ങനെ ഓപ്പൺ ചെയ്യാം. ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യാണ്.
ആൻഡ് ഓൾറെഡി നമ്മുടെ ലൊക്കേഷനിൽ ഇത് അവിടെ ഡിവൈസ് വേൾഡ് സെയിൽസ് .csv. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്കൊരു പ്രീവ്യൂ കാണാൻ പറ്റും നമ്മുടെ ഡാറ്റയുടെ. പക്ഷെ ഒരു ചെറിയൊരു ഓപ്ഷനും കൂടി ഇവിടെ ആഡായി. എന്താണ് ഡീലിമിറ്റർ? അതായത് ഈ കോളത്തിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഏത് ഡീലിമിറ്ററാണ് ഉപയോഗിക്കുന്നതെന്ന്. സോ ഇവിടെ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ, കോളം നമുക്ക് ഉപയോഗിക്കാം, ഈക്വൽ സൈൻ ഉപയോഗിക്കാം, സെമി കോളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റം കൊടുക്കാം. നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് അതിനെ ആ ഒരു കോളത്തിന് സെപ്പറേറ്റ് ചെയ്യുന്നത്, ആ ഒരു ക്യാരക്ടർ എന്താണോ അത് നമുക്കിവിടെ കൊടുക്കാം. സോ ബൈ ഡിഫോൾട്ട് ഇത് എങ്ങനെയാണോ അങ്ങനെ ഞാനിതിനെ കാണിക്കുകയാണ്. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്കിതിനെ ഇമ്പോർട്ട് ചെയ്യാം. സോ ലോഡ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ CSV ഫയൽ ഡാറ്റ ഓൾറെഡി ഇമ്പോർട്ടായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ടേബിൾ വ്യൂ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡിവൈസ് വേൾഡ് സെയിൽസ് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ കാണാം. ഡാറ്റേനെ വാലിഡേറ്റ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ കുറച്ച് മുമ്പേ കണ്ട അത് സെയിം ഡാറ്റയാണോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ പേരൊന്ന് റീനെയിം ചെയ്യാണ്, ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഒരു ടെക്സ്റ്റ് ഫയൽ വെച്ചിട്ട് നമുക്ക് പവർ ബിയിൽ ഇമ്പോർട്ട് ചെയ്യാമെന്ന്. സോ നിങ്ങൾക്ക് ഞാൻ ആദ്യം ഒരു ഫയൽ കാണിച്ചു തരാം. ഇതാണ് ടെക്സ്റ്റ് ഫയൽ. ഇത് ഞാൻ ഓപ്പൺ ചെയ്യാണ് നോട്ട് പാഡിൽ. സോ ഇവിടെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നമ്മൾ കോമ സെപ്പറേറ്റഡ് ഫയലിൽ സേവ് ചെയ്തതിനെക്കാട്ടിലും ഇവിടെ ചെറിയൊരു, ഞാൻ ഇതിനെ ടാബ് യൂസ് ചെയ്തിട്ടാണ് ഇതിനെ സേവ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് കാണാം ഓരോ സെപ്പറേഷനും ഓരോ ടാബ് യൂസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് നോക്കാം ഇത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുകയെന്ന്. സോ ഞാനിവിടെ ഇതിനെ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഗെറ്റ് ഡാറ്റയിൽ പോയിട്ട് ടെക്സ്റ്റ് അല്ലെങ്കിൽ CSV ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ടെക്സ്റ്റ് ഫയലിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ അമർത്താം. സോ കണ്ടോ, ലൈക്ക് പവർ ബി ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ടാബ് യൂസ് ചെയ്തിട്ടാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഓരോ കോളത്തിന് ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ ഡീലിമിറ്റർ ബൈ ഡിഫോൾട്ട് ടാബായിട്ടാണ് കൊടുക്കുന്നത്. ഇനി അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ടാബ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെ ലോഡ് ചെയ്യാം. എഗെയിൻ നമ്മുടെ മൂന്നാമത്തെ ഡാറ്റ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ടേബിൾ വ്യൂ പോയിട്ട് വീണ്ടും നിങ്ങളുടെ ഡാറ്റ വാലിഡേറ്റ് ചെയ്യാം. ഓക്കെ, സെയിം ഡാറ്റയാണോ വന്നതെന്ന്. ഇനി ഞാനിതിൻ്റെ നെയിം ഇവിടെ ചേഞ്ച് ചെയ്യാണ്. ഒരു കാര്യം കൂടി ഇനിയിപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാം. നിങ്ങൾക്ക് നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നെയിം ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് ഇവിടെ റീനെയിമിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അങ്ങനെയും ചേഞ്ച് ചെയ്യാം. സോ ഞാനിതിനെ ടെക്സ്റ്റ് ഫയലിന് ടെക്സ്റ്റ് ഫയലിന് കൊടുക്കാം. അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഡാറ്റാ ബേസിൽ നിന്ന് നമുക്ക് ഡാറ്റ SQL ഉപയോഗിച്ചിട്ട് പവർ ബി ഡെസ്ക്ടോപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. സോ അതിന് നിങ്ങൾ ആദ്യം ഗെറ്റ് ഡാറ്റയിൽ പോവുക. വീണ്ടും ഇവിടെ SQL സെർവർ നാവിഗേറ്റ് ചെയ്യുക, അതിനെ സെലക്ട് ചെയ്യുക. ഇവിടെ കുറച്ച് ഇൻഫർമേഷൻസ് ചോദിക്കുന്നുണ്ട്. ആദ്യമുള്ളത് സെർവർ നെയിമാണ്. പിന്നെ നമുക്ക് ഡാറ്റാബേസ്, അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഡാറ്റാബേസിൻ്റെ നെയിം അതിൽ കൊടുക്കാം, അല്ലെങ്കിൽ സെർവർ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പവർ ബിൻ്റെ വിൻഡോസിലൂടെ ഇതിനെ നാവിഗേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതേപോലെ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഡാറ്റ കണക്ടിവിറ്റി മോഡ്. ഇതിനെക്കുറിച്ച് നമുക്കിപ്പോൾ കുറച്ച് നേരത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അതേപോലെ കുറച്ച് അഡ്വാൻസ് ഓപ്ഷൻ ഉണ്ട്, അതായത് കണക്ഷൻ ടൈംഡ് ഔട്ട്. നിങ്ങൾക്കിവിടെ SQL സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഡയറക്റ്റ്ലി കൊടുക്കുക. അതായത് നിങ്ങൾക്കറിയാം, അതായത് വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഏത് ഡാറ്റയാണ് കൊണ്ടുവരേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡാറ്റാബേസിൻ്റെ പേര് കൊടുത്ത് ഇവിടെ SQLൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് പുള്ള് ചെയ്യാമെന്നാണ്. ഞാൻ രണ്ട് രീതിയിലും കാണിച്ചു തരാം. സോ ആദ്യം ഞാൻ നിങ്ങളെ മൈക്രോസോഫ്റ്റ് SQL സെർവർ മാനേജ്മെൻറ്റ് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകാം. സോ ഇവിടെ ഞാൻ ഓൾറെഡി ഇത് സെയിം ഡാറ്റ കേട്ടോ. ആ സെയിം ഡാറ്റ ഞാനൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് ഇതിൽ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ സെർവർ നെയിം അതിൽ അടിച്ചു കൊടുക്കാം, എന്നിട്ട് നോക്കാം നമുക്ക് എന്താണ് ഓപ്ഷൻസ് വരുന്നത്. സോ സെർവർ നെയിം ഞാനിവിടെ കൊടുക്കുകയാണ്.
എന്നിട്ട് ഡയറക്റ്റ്ലി ഞാനിവിടെ ഓക്കെ കൊടുക്കാൻ പോവാണ്. ഞാൻ വേറെ ഒന്നും ഫില്ല് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ. സോ വൺസ് നിങ്ങൾ സെർവറിൻ്റെ പേര് ആ ഒരു വിൻഡോയിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് നാവിഗേറ്ററാണ്. ഇവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിളിനെ നാവിഗേറ്റ് ചെയ്യണം. സോ ഇവിടെ ഈ ഒരു സെർവറിൽ നിങ്ങൾക്ക് കാണാം 3 ഡാറ്റാബേസാണ് ഉള്ളത്. സോ ഇത് ഞാനിപ്പോൾ റീസെൻ്റ്ലി ഈ ഒരു ട്യൂട്ടോറിയലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ഡാറ്റാബേസാണ് പവർ ബി ഐ ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഓൾറെഡി ഡിവൈസ് വേൾഡ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ആ ഒരു ടേബിളിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതായത് ഡാറ്റാബേസിൽ. അതേ സാധനം നമുക്ക് പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. സോ ഇതിനെ ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഏതൊരു ഡാറ്റ നമ്മൾ ഇത്ര നേരം ഇമ്പോർട്ട് ചെയ്ത പോലെ ജസ്റ്റ് ലോഡ് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഒരു ഡാറ്റാബേസിൽ നിന്ന് SQL ഉപയോഗിച്ച് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ ഞാനിതിൻ്റെ ആദ്യം തന്നെ ഇതിൻ്റെ റീനെയിം ചെയ്യാം. ഇനി നിങ്ങൾ ടേബിൾ വ്യൂ പോയിട്ട് നിങ്ങളുടെ ഡാറ്റ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഡാറ്റ ഇമ്പോർട്ടായി കഴിഞ്ഞു എന്ന്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ബാക്കിയുള്ള ഓപ്ഷൻസിനെയും കൂടി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. സോ വീണ്ടും നമുക്ക് റിപ്പോർട്ട് വ്യൂ പോയിട്ട് ഇവിടെ SQL സെർവർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. സോ ഇവിടെ ഞാൻ വീണ്ടും നമ്മുടെ സെയിം സെർവറിൻ്റെ പേര് കൊടുക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഡാറ്റാബേസ് ഓപ്ഷനിൽ നിന്ന് ഞാനിത് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. സോ ഡാറ്റാബേസിൻ്റെ പേര് നമുക്ക് ഇവിടെ നിന്നുകൂടി ഡബിൾ ചെക്ക് ചെയ്യാം. പവർ ബി ഐ ട്യൂട്ടോറിയൽ എന്നാണ്. കോപ്പി ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. സോ ഞാനിത് ആ ഡാറ്റാബേസിൻ്റെ പേര് കൊടുത്തു. ഇനി ഡാറ്റ കണക്ടിവിറ്റി മോഡ്, ഇതിനെക്കുറിച്ചിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ഡാറ്റ കണക്ടിവിറ്റി മോഡിൽ നമുക്ക് 2 മോഡാണുള്ളത്. ഒന്ന് ഇമ്പോർട്ട് മോഡും പിന്നെ ഡാറ്റ ക്വയറി മോഡും. എന്താണ് ഈ ഒരു 2 മോഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഈ ഇമ്പോർട്ട് മോഡിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ, ഈ ഒരു ഡാറ്റ ഉണ്ടല്ലോ നമ്മൾ SQL സെർവറിന് ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നത്, ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ PBIX ഫയലിൽ സേവ് ചെയ്തിരിക്കും. അതായത് നമ്മുടെ പവർ ബി ഐയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഫയൽ അതിൽ കംപ്ലീറ്റ് ഡാറ്റ സേവ് ആയിട്ടിരിക്കും. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഡയറക്റ്റ് ക്വയറിയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇത് ലൈവായിട്ട് ആ ഒരു സെർവറിന് ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കും ഡാറ്റ. സോ എപ്പോഴും ഡാറ്റ അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കും. അതായത് നിങ്ങൾ പവർ ബി ഐ ഡാഷ്ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ക്വയറി വെച്ചിട്ടാണ് നിങ്ങളുടെ ഡാറ്റ പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഡാറ്റ ഓട്ടോമാറ്റിക്കലി അതിൽ അപ്ഡേറ്റ് ആവും. നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എപ്പോഴും, അതായത് നിങ്ങളുടെ യൂസേഴ്സിന് എപ്പോഴും ആ ഒരു അപ് ടു ഡേറ്റ് ഡാറ്റ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും. അതാണ് ഈ ഒരു ഡയറക്റ്റ് ക്വയറിൻ്റെ പ്രത്യേകത. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബെസ്റ്റ് ഫോർ സ്മോൾ ടു മീഡിയം ഡാറ്റ സെറ്റ്, ഫാസ്റ്റർ വർക്ക്സ് ഓഫ്ലൈൻ. ഇതാണ് ഇമ്പോർട്ട് മോഡിൻ്റെ ഒരു ഗുണം. നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ഡാറ്റ സെറ്റ് വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് മോഡ് ഉപയോഗിക്കാം. കാരണം നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ഉപയോഗിക്കാം. ഇത് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് ഇരിക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട്, അതായത് ഡാറ്റ നിങ്ങളുടെ പവർ ബി ഐ ഫയലിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും അത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വേണ്ടല്ലോ. പക്ഷെ അത് എല്ലാം സിനാരിയോയിലും അത് വർക്ക് ആവണമെന്നില്ല. അപ്പോൾ ചില സിനാരിയോയിൽ ഡാറ്റ സെറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GB കണക്കിനായിരിക്കും, ചിലപ്പോൾ TB കണക്കിനും ഡാറ്റ സെറ്റ് ഉണ്ടാവാം. അപ്പോൾ ആ ഒരു സിനാരിയോയിൽ നിങ്ങളുടെ പീസിയുടെ സ്പേസ് ചിലപ്പോൾ അത്ര ഉണ്ടാവണമെന്നില്ല. ആ ഒരു സിനാരിയോയിൽ ഏറ്റവും ബെസ്റ്റ് ഡയറക്റ്റ് ക്വയറിയാണ്. സോ ഇവിടെ ലാർജ് ഡാറ്റ സെറ്റിനെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ ലൈവായിട്ട് നമുക്ക് എപ്പോഴും അപ് ടു ഡേറ്റ് ഡാറ്റ കാണാൻ പറ്റും. അതേപോലെ അതന്നെ ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ സെർവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെർവറിൻ്റെ സ്പീഡും അതിനനുസരിച്ചിട്ട് ബെറ്റർ ആയിരിക്കണം. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഈ ഒരു രണ്ടൊരു മോഡിൻ്റെയും ഡിഫറൻസ്. പക്ഷെ അതന്നെയാണ് നിങ്ങൾ എന്ത് കൈൻഡ് ഓഫ് പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഈ ഒരു മോഡ് സെലക്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇവിടെ ഞാൻ തൽക്കാലം ഇമ്പോർട്ട് മോഡാണ് സെലക്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് ക്വയറി മോഡ് കൊടുക്കേണ്ട എനിക്ക് ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല. സോ ഞാൻ ഇമ്പോർട്ട് മോഡാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് അഡ്വാൻസ് ഓപ്ഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ്റെ ടൈം ഔട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 മിനിറ്റ്സാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇത് ടൈം ഔട്ട് ആവും. സോ ഇവിടെ SQL സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു SQL സ്റ്റേറ്റ്മെൻറ്റ് അടിച്ചു കൊടുക്കാം ഇവിടെ. ഓക്കെ. അപ്പോൾ ഈ ഒരു SQL സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നമുക്ക് ഇതിൻ്റെ എല്ലാം കോളവും
എന്താ പറയുക, ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു ചേഞ്ചിന് ഞാനിവിടെ ജസ്റ്റ് സ്റ്റോറും അതേപോലെ ചാനൽ പിന്നെ റവന്യൂ. എനിക്ക് സ്പെസിഫിക്കലി ഈ 3 കോളം മാത്രമേ എനിക്ക് പവർ ബി ഐ ഡെസ്ക്ടോപ്പിൽ ഇമ്പോർട്ട് ചെയ്യേണ്ടുള്ളൂ വെച്ചാൽ ഞാനിങ്ങനെ ഒരു SQL ക്വയറിയാണ് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ അത് നമുക്ക് നോക്കാം എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വയറി പേസ്റ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരാൻ പോകുന്നത്. സോ കഴിഞ്ഞ തവണ നമ്മൾ ഇതേപോലെ തന്നെ മറ്റേ കംപ്ലീറ്റ് ഫയല് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു സെർവർ നെയിം മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നാവിഗേറ്റർ ആയിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു എല്ലാ ഇൻഫർമേഷനും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഡാറ്റാബേസിൻ്റെ പേര്, ആ ഒരു SQL ക്വയറി. സോ അത് കാരണം ഇതിൽ നാവിഗേഷൻ്റെ ആ ഒരു ഓപ്ഷൻ വരില്ല. റാദർ ഇത് ഡയറക്റ്റ് നമുക്ക് കാണിച്ചു തരും നമ്മൾ എന്ത് ഡാറ്റയാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്ന്. സോ ഞാനിവിടെ ലോഡ് ടേബിൾ കൊടുക്കാൻ പോവാണ്. ഇത് നിങ്ങളുടെ ക്വയറിയുടെ പേര് ഇവിടെ വന്നു. ഞാൻ ഇതിനെ ചേഞ്ച് ചെയ്യുന്നില്ല തൽക്കാലം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ടേബിൾ വ്യൂ പോയി നോക്കുകയാണ്. സോ ഞാൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം ക്വയറി 1. നമുക്ക് വേണ്ട ഡാറ്റ മാത്രമാണ് ഞാനിപ്പോൾ പുള്ള് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്, അതായത് ഡാറ്റാബേസിൽ നിന്ന്. സോ അത് കാരണമാണ് നമുക്ക് വെറും 3 കോളം കാണാൻ പറ്റുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ SQL നിന്ന് ഡാറ്റ പവർ ബി ഐയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡാറ്റ പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. സോ നമുക്ക് ആദ്യം ഗെറ്റ് ഡാറ്റയിൽ പോവാം. എന്നിട്ട് ഇവിടെ ഒരു വെബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഏത് വെബ്സൈറ്റിൽ നിന്നാണോ നിങ്ങൾക്ക് ഡാറ്റ പുള്ള് ചെയ്യേണ്ടത്, അതായത് ഇമ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക്, അതിൻ്റെ URL ഇവിടെ കൊടുക്കാം. സോ ഞാനിപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട്, സോ നിങ്ങൾ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഇവിടെ ഫോർ എക്സാമ്പിൾ എന്ത് വേണമെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ FIFA വേൾഡ് കപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ വിക്കിപീഡിയ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ടാബുലർ ഇൻഫർമേഷൻസ് കാണാം. ഇത് കണ്ടോ, ഇവിടെ ഒരു 2 കോളം, അതേപോലെ ഇവിടെ കണ്ടോ കുറച്ച് ഇൻഫർമേഷൻസ്. കുറച്ചും കൂടി ബെറ്റർ വ്യൂവിനെ നമുക്ക് താഴെ പോയി നോക്കാം. ഇതൊരു ടാബുലർ വ്യൂ ആണ്. നമുക്കിവിടെ കോളംസ് ഉണ്ട്, അതേപോലെ അതിനനുസരിച്ചിട്ടുള്ള റെക്കോർഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. സോ ഈ ഒരു വെബ് കണക്ടർ എന്താ ചെയ്യുക, ഇത് ഏതൊരു വെബ്സൈറ്റ് പോയിട്ടും അതിലുള്ള എല്ലാ ടാബുലർ ഡാറ്റേനെ ഡിറ്റക്റ്റ് ചെയ്യും. എന്നിട്ട് നമുക്കതിനെ ഒരു പല ടേബിൾ ഫോംസിൽ നമുക്ക് കാണിച്ചു തരും. എന്നിട്ട് നമുക്കതിൽ ഏത് ഡാറ്റയാണോ വേണ്ടത് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പവർ ബി ഐ ഡെസ്ക്ടോപ്പിൽ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെ യൂസ് കേസ് സിനാരിയോ എന്താ വെച്ചാൽ, ചില സിനാരിയോയിൽ നമുക്ക് ഒരു അപ് ടു ഡേറ്റ് ഡാറ്റ വേറൊരു സോഴ്സിൽ നിന്ന് പുള്ള് ചെയ്യേണ്ട ആവശ്യം വരും. ഒരു സിമ്പിളായിട്ടുള്ള ഉദാഹരണം തരികയാണെങ്കിൽ മാർക്കറ്റ് അനാലിസിസ്. അതായത് നമ്മളൊരു പർട്ടിക്കുലർ നമ്മുടെ ക്ലയൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു സെഗ്മെൻറ്റിലുള്ള ആ ഒരു മാർക്കറ്റിലുള്ള വേറെ ക്ലയൻറ്റുമായിട്ടുള്ള കോമ്പറ്റേറ്റീവ് അനാലിസിസ് ചെയ്യണം. ഈ ഒരു ഇൻഫർമേഷൻ ഈ ഒരു കമ്പനീസിൻ്റെ ഇൻഫർമേഷൻസ് വേറൊരു വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ ഇതൊരു ടാബുലർ ഫോമിലുണ്ട് വെച്ചാൽ അത് പുള്ള് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പവർ ബി ഐ ഡെസ്ക്ടോപ്പിൽ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അല്ലെങ്കിൽ അതിൻ്റെ യൂസേഴ്സിനും നമുക്ക് കാണിക്കാം, ഓക്കെ ഇന്നതാണ് സംഭവിക്കുന്നത് നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിൻ്റെ അടുത്ത്. സോ ആ ഒരു കമ്പാരിസൺ ചെയ്യാം. സോ അങ്ങനത്തെ ഡാറ്റ നമുക്ക് പുള്ള് ചെയ്യാൻ പറ്റും. അതേപോലെ ഇത് പല സിനാരിയോസിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ തന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഒരു ഡാറ്റ നമുക്ക് ഒരു ടേബിൾ എസ്പെഷ്യലി നമുക്ക് പവർ ബി ഐ ഡെസ്ക്ടോപ്പിൽ ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ഈ ഒരു URL പേസ്റ്റ് ചെയ്തു, എന്നിട്ട് ഓക്കെ അമർത്തുകയാണ്. സോ ഇവിടെ വീണ്ടും ഒരു നാവിഗേറ്റർ വിൻഡോ ഓപ്പൺ ആയി.
സോ നിങ്ങൾക്ക് കാണാം നമുക്ക് ഒരുപാട് ടേബിളിൻ്റെ ഓപ്ഷൻസ് ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയുള്ളത്. സോ ഞാൻ ആദ്യം കാണിച്ച പോലെ ആ ഒരു ഇൻഫർമേഷൻ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഒരു ഇൻഫർമേഷൻ ടാബുലർ ഫോമാറ്റിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. സോ വേറെ ഇൻഫർമേഷൻസ്. സോ നമുക്ക് നോക്കാം ഒരു നല്ലൊരു ഇൻഫർമേഷനുള്ള ടേബിൾ നമുക്ക് പുൾ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ. സോ ഇത് ഓരോ ഇയറിലും ജയിച്ച ഓർഗനൈസ് ചെയ്ത ഹോസ്റ്റും പിന്നെ ഫൈനൽ സ്കോറും അതേപോലെ എനിക്ക് തോന്നുന്നു ഓക്കെ വിൻ ചെയ്ത ടീമിൻ്റെ പേരും അതേപോലെ റണ്ണറപ്പ് അവരുടെയൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അതായത് ലാസ്റ്റ് ഗെയിമിൻ്റെ ആണ് തോന്നുന്നു. ബട്ട് എനിവേസ് നോക്കട്ടെ വേറെയും ബെറ്റർ ഡാറ്റ ഉണ്ടോ എന്ന്. ഓക്കെ, ഗോൾഡൻ ബോൾ, ഗോൾഡൻ ബൂട്ട്. ഓക്കെ, തൽക്കാലം നമുക്ക് ഈ ഒരു ഡാറ്റ, അതായത് ഈ വേൾഡ് കപ്പിൻ്റെ ഈ ഒരു ഡാറ്റ ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. ഇതിൽ ഒരുപാട് ഡാറ്റ ഉണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ സെർച്ച് ചെയ്തിട്ട് ഓരോന്നും പോയിട്ട് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. സോ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. സോ ഞാനിവിടെ ഈ ഒരു ടേബിൾ ഇമ്പോർട്ട് ചെയ്യാണ്, ലോഡ് അമർത്തുകയാണ് ഇവിടെ. ഓക്കെ, നമ്മുടെ ഡാറ്റ ഇവിടെ ഇമ്പോർട്ട് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഡാറ്റയുടെ ഒരു ടാബുലർ വ്യൂ നോക്കാം എന്താണ് ഇമ്പോർട്ട് ആയിട്ടുള്ളത്. സോ ഇവിടെ വേൾഡ് കപ്പ് എന്ന് ഞാൻ റീനെയിം ചെയ്തിട്ടുണ്ട് ഇതിനെ. സോ ഇവിടെ പോയിട്ട് നമ്മളിതിനെ നോക്കുമ്പോൾ നമുക്ക് കാണാം, അതായത് നമുക്ക് ഹോസ്റ്റിൻ്റെ പേര്, അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെയാണ് ഹോസ്റ്റ് ചെയ്തത്. അതേപോലെ ഏതൊക്കെ ടീമാണ് എന്താ പറയുക ഫൈനൽസ് കളിച്ചത്. സോ ഇവിടെ ഇൻഫർമേഷൻ. ഓക്കെ, തേർഡ് പ്ലേസ് പ്ലേ ഓഫ്, അവരുടെ സ്കോർ എത്രയായിരുന്നു, അങ്ങനെ കുറേ ഇൻഫർമേഷൻ ഉണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സർട്ടൻ ചാർട്ടും സർട്ടൻ അനാലിസിസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഇന്ന് നമ്മൾ നോക്കി എങ്ങനെ പല ഫയൽ ടൈപ്പിൽ നിന്ന് നമുക്ക് ഡാറ്റ പവർ ബി ഐ ഡെസ്ക്ടോപ്പിൽ ഇമ്പോർട്ട് ചെയ്യാമെന്ന്. സോ നമ്മൾ കോമൺ ഫയലായിട്ടുള്ള എക്സൽ, CSV ഫയൽ, അതേപോലെ ടെക്സ്റ്റ് ഫയൽ, പിന്നെ നമ്മുടെ SQL സെർവർ, അതേപോലെ തന്നെ വെബ് സ്ക്രാപ്പിംഗ്, ഇതൊക്കെ നമ്മളിന്ന് കണ്ടു. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് എസ്പെഷ്യലി പവർ ക്വയറിയെ കുറിച്ചിട്ടാണ്. പവർ ക്വയറിയിൽ നമുക്ക് ഡാറ്റ ലോഡ് ചെയ്തിട്ട് എങ്ങനെ ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാം, അതേപോലെ ഡാറ്റ എങ്ങനെ ക്ലീൻ അപ്പ് ചെയ്യാം, അതേപോലെ എങ്ങനെ നമുക്ക് പുതിയ കോളംസ് പവർ ക്വയറിയിൽ തന്നെ വെച്ചുണ്ടാക്കാം, എന്നിട്ട് ഡാറ്റ നമുക്ക് പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക് ലോഡ് ചെയ്യാം എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യാം ആൻഡ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ഫോർ നൗ.